ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അസ്സലാമു അലൈക്കും. എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗാർഡനിലെ ഒരു ചെറിയൊരു മേക്ക് ഓവറാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ കുറച്ച് അലങ്കോലമായി കിടക്കുന്ന ഈ ഭാഗം നമുക്കൊന്ന് വൃത്തിയാക്കി മാറ്റിയെടുക്കാം. പഴയ കല്ലുകളും പലകകളും വെച്ച് സാധാരണ രീതിയിൽ അടുക്കി വെച്ചിരുന്ന ഈ ചെടികളെല്ലാം മാറ്റി നമുക്ക് ഇതൊന്ന് പെയിൻറ് ചെയ്ത് പുതിയൊരു ലുക്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പലകയ്ക്ക് മുകളിൽ കുറേ പൊടിയും പിന്നെ ചെടിച്ചട്ടിയിലുള്ള മണലൊക്കെ വീണ് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു ചൂല് കൊണ്ട് നമുക്കിത് നന്നായി ഒന്ന് തൂത്ത് വൃത്തിയാക്കാം. എന്നിട്ട് ആ കല്ലുകൾ നമുക്കൊന്ന് നന്നായി നനച്ച് കഴുകിയെടുക്കണം. എങ്കിലേ നമ്മൾ അടിക്കുന്ന പെയിൻറ് കല്ലിൽ നന്നായി പിടിക്കുകയുള്ളൂ. ഈ പഴയ കല്ലുകൾക്ക് നമുക്കൊന്ന് പുതിയ ലുക്ക് നൽകാം. ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് പെയിൻ്റ് ഉണ്ടായിരുന്നു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മനോഹരമായ ഒരു ലൈറ്റ് പിങ്ക് നിറമാണ്. അതാണെങ്കിൽ ഗാർഡനിലെ പച്ചപ്പിനിടയിൽ ഈ പിങ്ക് നിറം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചട്ടികൾ കൂടി അതിന് മുകളിൽ വയ്ക്കുമ്പോൾ നല്ലൊരു കളർഫുൾ ഫീൽ കിട്ടും. കല്ലിൻ്റെ എല്ലാ വശങ്ങളിലും ഒരേപോലെ പെയിൻ്റ് അടിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. പഴയ ആ കറുത്ത കല്ലുകൾ മാറി ഈ പിങ്ക് കളർ ആയപ്പോൾ തന്നെ ആ ഭാഗത്ത് നല്ലൊരു വെളിച്ചം വന്നതുപോലെ തോന്നുന്നില്ലേ? കല്ലിൻ്റെ കുഴികളിലൊക്കെ ബ്രഷ് ഉപയോഗിച്ച് നന്നായി പെയിൻറ് ഇറക്കി അടിച്ചു കൊടുക്കാം. എല്ലാം പെയിൻറ്റും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗാർഡൻ എത്രത്തോളം മാറുമെന്ന് നമുക്ക് കാണാം. നമ്മുടെ ഈ ഗാർഡൻ ഏരിയ എപ്പോഴും വൃത്തിയായി ഇരിക്കാൻ ഞാനൊരു ചെറിയ കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. കല്ലുകൾ വയ്ക്കുന്നതിന് മുൻപായി താഴെ ഒരു മൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് പുല്ലുകളോ മറ്റോ വളർന്നു വന്ന് കല്ലുകൾക്കിടയിൽ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. ആ പലകയും നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് എടുക്കാം. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും രണ്ട് സൈഡിലും കൂടെ നന്നായി പെയിൻ്റ് അടിച്ച് കൊടുക്കണം. പിങ്ക് നിറം കൊടുക്കുമ്പോൾ നമ്മുടെ ഗാർഡന് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. പെയിൻ്റ് അടിച്ച പലകകൾ നല്ല വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പഴയ ചെടിച്ചട്ടികളെല്ലാം ഓരോ ചട്ടിയും നമുക്ക് നന്നായി ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ആദ്യം ഒരു തുണി ഉപയോഗിച്ച് ഇതിലെ ഉണങ്ങിയ മണ്ണും മാറാലയും ഒക്കെ ഒന്ന് തൂത്ത് കളയാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ചട്ടികൾക്ക് പഴയ ആ നിറം തിരിച്ചു കിട്ടും. പായൽ പിടിച്ച ചട്ടികളാണെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെറുതായി ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടും. പലപ്പോഴും നമ്മൾ ഗാർഡൻ മേക്ക് ഓവർ ചെയ്യുമ്പോൾ ചെടികളിൽ മാത്രം ശ്രദ്ധിക്കും. പക്ഷേ ചട്ടികൾ കൂടി ഇതേപോലെ തിളങ്ങി ഇരിക്കുമ്പോഴാണ് ആ ഏരിയയ്ക്ക് ഒരു പൂർണ്ണത കിട്ടുന്നത്. നോക്കൂ, ഓരോ ചട്ടിയും വൃത്തിയാക്കി വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഗാർഡൻ ഒരു പുതുമ തോന്നാറുണ്ട്. അങ്ങനെ കല്ലുകളെല്ലാം നിരത്തി വെച്ച് അതിൻ്റെ മുകളിൽ വെയിൽ വെച്ച് ഉണങ്ങിയ പലകളൊക്കെ നിരത്തി അതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഓരോ ചെടിച്ചട്ടിയും എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഓരോന്നായി നമുക്ക് വയ്ക്കാം. ചട്ടികളുടെ വെള്ളമെല്ലാം വലിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് പുതിയ സ്റ്റാൻഡിലേക്ക് മാറ്റണം. ഓരോ ചട്ടിയും വൃത്തിയാക്കി വെക്കുമ്പോൾ തന്നെ എൻ്റെ ഗാർഡന് ഒരു പുതിയ ഉന്മേഷം വന്നതുപോലെ തോന്നുന്നു. നമ്മുടെ ഗാർഡൻ മേക്ക് ഓവർ പൂർത്തിയായിരിക്കുകയാണ്. ആ പഴയ അവസ്ഥയിൽ നിന്ന് എത്ര മനോഹരമായ ഒരു മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് നോക്കൂ. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത ആ മൾച്ചിങ് ഷീറ്റും ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള കല്ലുകളും പുതിയ പെയിൻ്റ് അടിച്ച പലകളും എല്ലാം കൂടി ചേർന്നപ്പോൾ ഗാർഡന് ഒരു പ്രത്യേക ഐശ്വര്യം തന്നെ വന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ കുറച്ച് സമയം ചിലവഴിച്ചപ്പോൾ എൻ്റെ ഈ ചെറിയ ഗാർഡൻ ഏരിയ എത്ര സുന്ദരമായി മാറി. ഈ മാറ്റം എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ ചെറിയ സ്ഥലങ്ങൾ ഇതുപോലെ മനോഹരമായി മാറ്റിയെടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.